ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്. നമുക്ക് ബെയിൽമെൻറ്റ് നോക്കാം. ദ വേർഡ് ബെയിൽമെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബെയിലിയർ വിച്ച് മീൻസ് ടു ഡെലിവർ. അതായത് ബെയിൽമെൻറ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് വേർഡായ ബെയിലിയർ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് സിഗ്നിഫൈസ് എ കോൺട്രാക്ട് റിസൾട്ടിങ് ഫ്രം ഡെലിവറി. അതായത് ഈ ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 148 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, എ ബെയിൽമെൻറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൾ, വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്, be returned or otherwise disposed of according to the directions of the person delivering them. അതായത് ഈ ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സം പർപ്പസ്, അതായത് ചില പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പർപ്പസ് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് കിട്ടിയ വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാളുടെ പർപ്പസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് കൊടുത്തയാളുടെ ആവശ്യപ്രകാരം മറ്റൊരാൾക്ക് കൈമാറുകയോ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് കൈമാറുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് സർട്ടൻ ഗുഡ്സ് കൈമാറുകയാണ്. ബിയുടെ ചില പർപ്പസിന് വേണ്ടി, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് എ ബിക്ക് ഗുഡ്സ് കൈമാറുന്നത്. ആ പർപ്പസ് കഴിഞ്ഞാൽ ബി എന്ത് ചെയ്യണം? ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യും, എക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിനെയാണ് ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന കുട്ടി എന്താ വെച്ചാൽ എക്സാം ഹാളിൽ നിന്ന് പെന്നിൽ മഷി തീർന്നതുകൊണ്ട് എന്ത് ചെയ്തു? ബിയുടെ കയ്യിൽ നിന്ന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ബിയുടെ കയ്യിൽ നിന്ന് പെൻ വാങ്ങുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ ശേഷം ബി എന്ത് ചെയ്യും? ഈ പെന്ന് ആർക്കെന്നെ തിരിച്ചു കൊടുക്കും? എക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഇത് തന്നെയാണ് ശരിക്കും ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. ആ പർപ്പസ് കഴിഞ്ഞാൽ ഗുഡ്സ് കിട്ടിയ വ്യക്തി എന്ത് ചെയ്യും? ഇത് തന്ന വ്യക്തിക്ക് തന്നെ ഈ ഒരു ഗുഡ്സ് തിരിച്ച് കൊടുക്കും. അതിനെയാണ് നമ്മൾ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ബെയിൽമെൻറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ്. അതായത് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു ഫോർ സം പർപ്പസ്, ചില പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അത്. അപ്പോൾ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൾ, വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്, ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. അതായത് ആ ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗുഡ്സ് കൊടുത്ത ആളുടെ നിർദ്ദേശപ്രകാരം, ഡയറക്ഷൻസ് പ്രകാരം മറ്റൊരാൾക്ക് എന്ത് ചെയ്യും? കൈമാറുകയോ ചെയ്യും. അപ്പോൾ അതിനെയാണ് ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ദ പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ് ഈസ് കോൾഡ് ദ ബെയിലർ ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദേ ആർ ഡെലിവേർഡ് ഈസ് കോൾഡ് ദ ബെയിലി ആൻഡ് ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ബെയിൽമെൻറ്റ്. ആരാണോ ഗുഡ്സ് ഡെലിവർ ചെയ്ത് ഗുഡ്സ് കൊടുക്കുന്ന വ്യക്തി ബെയിലറും ഗുഡ്സ് കിട്ടുന്ന വ്യക്തി, ആർക്കാണോ ഇത് ഡെലിവർ ചെയ്ത് കിട്ടുന്നത് ആ വ്യക്തിനെ നമ്മൾ ബെയിലി എന്നും പറയും. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബെയിൽമെൻറ്റ് എന്നും പറയും. അപ്പോൾ ആരാണോ ഗുഡ്സ് കൈമാറുന്നത്, ഗുഡ്സ് കൊടുക്കുന്ന വ്യക്തി ആരാണ്, അവരെ ബെയിലർ എന്നും, ആർക്കാണോ ഈ ഗുഡ്സ് കിട്ടുന്നത് അവരെ നമ്മൾ ബെയിലി എന്നും, ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബെയിൽമെൻറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഒരു സാധനം കൈമാറുന്നത് ചില പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ ആ സാധനം എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ഇനി ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത് അവരെ ബെയിലർ എന്നും, ആർക്കാണോ ഈ ഗുഡ്സ് കിട്ടുന്നത് അവരെ നമ്മൾ ബെയിലി എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി നോക്കുക. കോമൺ എക്സാമ്പിൾസ് ഓഫ് ബെയിൽമെൻറ്റ് ആർ ഹയറിംഗ് ഓഫ് ഗുഡ്സ്, ഡെലിവറിംഗ് ഓഫ് ക്ലോത്ത് ടു എ ടൈലർ ഫോർ മേക്കിംഗ് എ സ്യൂട്ട്, ഡെലിവറിംഗ് എ വാച്ച് ഫോർ റിപ്പയർ, ഡിപ്പോസിറ്റിംഗ് ഗുഡ്സ് ഫോർ സേഫ് കസ്റ്റഡി. അതായത് ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ആ കേസിൽ ആരാണോ ഡ്രസ്സ് ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുന്നത് അവർ ബെയിലറാണ്. ഇനി ഇത് തയ്ച്ച് കഴിഞ്ഞാൽ ഈ ബെയിലി എന്ത് ചെയ്യണം? ഈ ഒരു ഗുഡ്സ് ആർക്ക് റിട്ടേൺ ചെയ്യണം? ബെയിലർക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. അതിന് ഈ ബെയിൽമെൻറ്റ് തന്നെ പല തരത്തിലുണ്ട്. അതായത് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് ഉണ്ട്, നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടും അല്ലാതെയൊക്കെയുള്ള ബെയിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ടൈലർ എന്ത് ചെയ്യുന്നു? ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം
എന്ത് ചെയ്യുന്നു, ഈ ഡ്രസ്സ് മെറ്റീരിയൽസ് ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു, ബെയിലർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അയാൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പൈസ എന്ത് ചെയ്യുന്നു, ബെയിലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ ഇതാണ് ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ദർ മസ്റ്റ് ബി ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. അവിടെ ഒരു ഡെലിവറി ഉണ്ടായിരിക്കണം. ഡെലിവറി എന്ന് വെച്ചാൽ അതായത് ഗുഡ്സ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അത് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ അതാണ് ദർ മസ്റ്റ് ബി എ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പൊസിഷൻ മാത്രമാണ്, ഒരിക്കലും ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ആ ഗുഡ്സ് ഉപയോഗിക്കാനുള്ള റൈറ്റ് മാത്രമാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ എന്തുണ്ടായിരിക്കണം അവിടെ, ശരിക്കും ഒരു ഡെലിവറി, ഗുഡ്സിൻ്റെ ഡെലിവറി അവിടെ നടന്നിരിക്കണം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്ത് കൊടുത്തിരിക്കണം. ദെൻ ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. നമ്മൾ ഈ ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വൽ ഡെലിവറി ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഉണ്ട്. ഡെലിവറി മേ ബി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ്. വെൻ ദ ബെയിലർ ഫിസിക്കലി ഹാൻഡ്സ് ഓവർ ദ ഗുഡ്സ് ടു ദ ബെയിലി ഇറ്റ് ഈസ് കോൾഡ് ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് ഈ ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ബെയിലിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എന്ത് ചെയ്യുന്നു, ബിക്ക് ഒരു പെന്ന് എന്ത് ചെയ്യുന്നു, എക്സാം ഹാളിൽ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് ആ ഗുഡ്സ് തന്നെയാണ് ബിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വൽ ഡെലിവറിയാണ്. ഇനി ഓൺ ദ അതർ ഹാൻഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഡസ് നോട്ട് ഇൻവോൾവ് ഹാൻഡിങ് ഓവർ ദ ഫിസിക്കൽ പൊസിഷൻ ബട്ട് സംതിങ് ഈസ് ഡൺ വിച്ച് ഹാസ് ദ എഫക്റ്റ് ഓഫ് പുട്ടിങ് ദ ഗുഡ്സ് ദ പൊസിഷൻ ഓഫ് ദ ബെയിലി. ശരിക്കും കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഫിസിക്കൽ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ശരിക്കും ഗുഡ്സ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പകരം ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു റൂമിൻ്റെ കീ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗോഡൗണിൻ്റെ കീ ആണ് കൊടുക്കുന്നത്. നമുക്ക് ആ ഗോഡൗൺ തന്നെ കൊടുക്കാൻ പറ്റില്ല, പകരം അതിന് അതേ എഫക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെ, ആ ഗുഡ്സിൻ്റെ പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഫിസിക്കൽ പൊസിഷൻ നടക്കുന്നില്ല, പകരം ആ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഡസ് നോട്ട് ഇൻവോൾവ് ഹാൻഡിങ് ഓവർ ദ ഫിസിക്കൽ പൊസിഷൻ ബട്ട് സംതിങ് ഈസ് ഡൺ വിച്ച് ഹാസ് ദ എഫക്റ്റ് ഓഫ് പുട്ടിങ് ദ ഗുഡ്സ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ബെയിലി. അതായത് ബെയിലിക്ക് ആ ഗുഡ്സിൻ്റെ പൊസിഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ഫിസിക്കൽ പൊസിഷൻ ഇല്ല, ഡയറക്റ്റായിട്ട് ഗുഡ്സ് കൊടുക്കുന്നില്ല. ഇനി ഡെലിവറി ഷുഡ് ബി ഫോർ സം പർപ്പസ്. നമ്മൾ പറഞ്ഞു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുത്തിരിക്കണം ഫോർ സം പർപ്പസ്. അവിടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നുണ്ട്, ബെയിലിക്ക് ഗുഡ്സ് കൈമാറുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് ഷുഡ് ബി മെയ്ഡ് ഫോർ സം പർപ്പസ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ദേ ഷോൾ ബി റിട്ടേൺഡ് ആഫ്റ്റർ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഇനി ഈ ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഡെലിവറി ഷുഡ് ബി ഫോർ സം പർപ്പസ്, ഒരു സം സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഇത് ഈ ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്നത് എ ഡെലിവേഴ്സ് ഹിസ് റേഡിയോ ടു ബി ഫോർ റിപ്പയർ. എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ബിക്ക് റേഡിയോ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്ക് റേഡിയോ കൊടുക്കുന്നു. അപ്പോൾ അവിടെ പർപ്പസ് എന്ന് പറയുന്നത് റിപ്പയറിംഗ് ആണ്. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു, ഈ ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് എന്ത് ചെയ്യണം, ബെയിലർക്ക് ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ബെയിൽമെൻറ്റ് ദ ഗുഡ്സ് ആർ റിട്ടേൺ ബൈ ദ ബെയിലി ടു ദ ബെയിലർ ആഫ്റ്റർ ദ പർപ്പസ് ഈസ് ഫുൾഫിൽഡ്. പർപ്പസ് കഴിഞ്ഞാൽ ബെയിലി ആണ് ബെയിലർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യേണ്ടത്. കാരണം ഇത് ബെയിലറുടെ ഗുഡ്സാണ്, ബെയിലിയുടെ കയ്യിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ബെയിലിയുടെ പർപ്പസ് കഴിഞ്ഞാൽ ബെയിലർക്ക് റിട്ടേൺ ചെയ്യണം. ദെൻ ഓണർഷിപ്പ് ഇസ് നോട്ട് ട്രാൻസ്ഫർഡ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്, ഇവിടെ പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇൻ ബെയിൽമെൻറ്റ് ഓണർഷിപ്പ് ഇസ് നോട്ട് ട്രാൻസ്ഫർഡ്, ഇറ്റ് ഈസ് റിട്ടേൺഡ് ബൈ ദ ബെയിലർ, ഓൺലി പൊസഷൻ ഈസ് ട്രാൻസ്ഫർഡ് ടു ദി ബെയിലി. അപ്പോൾ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പൊസഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ.